Good morning. Okay, Dana, good morning. Krishna, good morning. Asana, good morning. Avani, Sharanya, good morning. Okay, Sharanya, good morning. Sanaki, good morning. Okay. കുറച്ച് പേരുള്ളല്ലോ സ്ഥിരമായിട്ട് കയറുന്നത് കുറച്ച് പേരുണ്ട്. ഇത് പേരൊക്കെ പരിചയമായി. ഓക്കെ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റുകളായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ ഒരു 9 ബെനിഫിറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 9 ബെനിഫിറ്റുകൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫീച്ചേഴ്സ് ആണ് അല്ലെ. അതായത് ഫീച്ചേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ. അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്. അതുവരെയാണ്, ഫുൾ ആയിട്ടില്ല. നമുക്കൊരു 2 പോയിന്റുകളും കൂടെ അവിടെ പറയാനായിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് ഇതൊക്കെയായിരുന്നു. ഒന്ന് വന്നിട്ട് പേഷ്യന്റ് പോർട്ടൽ. ഓക്കെ, പിന്നെ അടുത്തത് മെഡിക്കൽ ബില്ലിംഗ്, പിന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, ഇ പ്രിസ്ക്രൈബിംഗ്. ഇ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ആണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? അത്രയും ഭാഗങ്ങള് അത് HIMSന്റെ ഫീച്ചേഴ്സുകളാണ് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി 2 പോയിന്റുകളും കൂടെ അതിനകത്ത് പറയാനായിട്ടുണ്ട് കേട്ടോ. അതോടുകൂടി ഫീച്ചേഴ്സ് അവിടെ അവസാനിക്കും. ഓക്കെ, അടുത്തൊരു ഫീച്ചറാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ. ഓക്കെ, അതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിന്റെ പിന്നീട് ഞാൻ മോണിറ്റർ കൊടുക്കട്ടെ. റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ അഥവാ നമ്മൾ RPM എന്നാണ് അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. RPM, റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ. അപ്പൊ ആദ്യം ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? അതായത് മോണിറ്റർ ദ പേഷ്യൻസ് റിമോട്ട്ലി, അതായത് വളരെ റിമോട്ട് ആയിട്ട് തന്നെ നമ്മൾ പേഷ്യൻസിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക, റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ. നമ്മൾ പൊതുവെ റിമോട്ട് എന്ന് പറയുന്ന വാക്ക് എവിടെ ഉപയോഗിക്കാം? നമ്മൾ പറയില്ല അതൊരു റിമോട്ട് ഏരിയ ആണെന്നൊക്കെ പറയും അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഡിസ്റ്റൻസ് ഉള്ളത് അല്ലെ, വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ളത്, മീൻസ് ഫാർ അവേ ആയിട്ടുള്ള, അതായത് നമുക്ക് ചിലപ്പോൾ എത്തിപ്പെടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള അല്ലെ, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമ്മൾ എന്താ പറയാ, റിമോട്ട് ഏരിയ ആണ്, അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്, റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഓക്കെ, അപ്പോ അതുപോലെ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് പേഷ്യൻസിനെ അവിടെ നമ്മളുടെ ഒരു ഫിസിക്കൽ പ്രസൻസോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റോ വേണമെന്ന് നിർബന്ധമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് റിമോട്ട്ലി തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും, പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു HIMSന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ വളരെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫിസിക്കൽ പ്രസൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ ആവശ്യം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വേണമെന്നില്ല. പക്ഷെ നമുക്ക് റിമോട്ട് ആയിട്ട് തന്നെ, അതാണ് പറഞ്ഞത് മോണിറ്റർഡ് പേഷ്യൻസ് റിമോട്ട്ലി, നമ്മൾ ദൂരെ ഇരുന്നുകൊണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന HIMSന്റെ ഒരു ഫീച്ചറാണ് ഇതെന്ന് പറയുന്നത്, റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത് വായിക്കാം കേട്ടോ. എന്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ? ദിസ് ഈസ് അനദർ ആസ്പയറിംഗ് ഫീച്ചർ ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം which enables access to patient details easily, help care providers deliver good health care to the patients and mitigate severe condition expenses. അതായത് ഇത് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് RPM അഥവാ റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്താണ്, വളരെ നല്ലൊരു ആരോഗ്യ പരിചരണങ്ങൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു ഫീച്ചർ
വളരെയധികം സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിറ്റിഗേറ്റ് സിവിയർ കണ്ടീഷൻ എക്സ്പെൻസസ്, അതായത് നമ്മൾക്ക് ഇപ്പൊ ഒരു അസുഖം വളരെ സിവിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എക്സ്പെൻസുകൾ വളരെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഈ പറയുന്ന റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് സഹായിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് ഉണ്ടാവില്ല, നമുക്കത് ഫുള്ള് വായിക്കാം. ഫുള്ള് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കൂടെ പറയാം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. നോക്കുക കേട്ടോ. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ ദ പേഷ്യൻസ് who are experiencing chronic health issues. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ ദ പേഷ്യൻസ് who are experiencing chronic health issues. അതായത് വളരെ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താ? നമുക്ക് ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പേഷ്യന്റിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ അസുഖങ്ങള് സിവിയർ ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ പൊട്ടൻഷ്യൽ ഇഷ്യൂസുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ടൈമിലി ഇന്റർവെൻഷൻസും നടത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ കൃത്യസമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഇടപെടലുകൾ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ മോണിറ്റർ ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് RPM എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് വളരെ റിമോട്ട് ആയിട്ട് തന്നെ ദൂരെ ഇരുന്നു കൊണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു കോൺസ്റ്റന്റ് മോണിറ്ററിങ് അവിടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ടൈമിലി ഇന്റർവെൻഷൻസ് നടത്താൻ കൃത്യസമയത്ത് തന്നെ നമുക്ക് ഇടപെടലുകൾ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രോഗം വളരെ സിവിയർ ആവുന്നതിന് മുമ്പ് തന്നെ അവരുടെ പൊട്ടൻഷ്യൽ ഇഷ്യൂസുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു അസുഖം വന്നു, അത് നമ്മൾ ശരിയായ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാതെ അത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എക്സ്പെൻസ് വളരെ കൂടുതലായി. ശരിയല്ലേ? ഒരു രോഗം വളരെയധികം മൂർച്ഛിച്ചൊരു അവസ്ഥയിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സ്പെൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് വരും. അതേസമയം നമുക്ക് ആ രോഗം അത്രയും സിവിയർ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാനും നമുക്ക് ആ വലിയൊരു എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, മറ്റേ സിവിയർ ആവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേഷ്യന്റിനെ. പിന്നെ മാത്രമല്ല നമുക്ക് ടൈമിലി ഇന്റർവെൻഷൻസ് നടത്താനായിട്ട് പറ്റും. കൃത്യസമയത്ത് നമുക്ക് ഇടപെടുക. നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ കണ്ടുപിടിച്ച ആ സമയത്ത് തന്നെ പെട്ടെന്ന് അത് നമ്മൾക്ക് കണ്ടുപിടിച്ച് അതിന് ആവശ്യമായിട്ടുള്ള ഇന്റർവെൻഷൻസ് നടത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പേഷ്യൻസിന് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. കാര്യം ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, ഇതുപോലെ ദീർഘകാലം ആരോഗ്യ പ്രശ്നങ്ങളുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു മിക്കവാറും നിത്യ രോഗികളായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ സിവിയർ ആവുന്ന കണ്ടീഷൻസിലായിരിക്കാം അവർ ഒരുപക്ഷെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതും ട്രീറ്റ്മെന്റ് എടുക്കുന്നതൊക്കെ അപ്പോഴേ ഫുൾ ടൈം അവർ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോ അസുഖം കുറച്ച് ഭേദമായി കഴിഞ്ഞാൽ തിരിച്ചെവിടേക്ക് പോകും, അവർ വീട്ടിലേക്ക് പോകും. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്തോണ്ടിരിക്കണം അല്ലെ. കാര്യം അങ്ങനെ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസുകളാണ് അല്ലെ. അവരെ ഹോസ്പിറ്റലിൽ മാത്രമല്ല അവര് പിന്നീട് അവര് ചികിത്സ കഴിഞ്ഞ അവര് വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് അവരെ മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഫീച്ചർ അവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞല്ലോ, സിവിയർ കണ്ടീഷൻ എക്സ്പെൻസസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കണ്ടീഷൻ സിവിയർ ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് അവരുടെ പൊട്ടൻഷ്യൽ ഇഷ്യൂസ് കണ്ടെത്താനും ടൈമിലി ഇന്റർവെൻഷൻസ് നടത്താൻ സാധിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു സിവിയർ കണ്ടീഷൻ ചെലവുകളെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ എന്താണ് ഈ ഒരു RPM എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ വളരെയധികം ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കാം, doctors use the information gathered through RPM for monitoring health patients health status കേട്ടോ. അപ്പൊ നമ്മൾ ഈ RPM-ലൂടെ ഈ കളക്ട് ചെയ്യുന്ന ഗ്യാദർ ചെയ്യുന്ന ഈ ഡാറ്റ ഉപയോഗിച്ച് ഡോക്ടേഴ്സിന് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ആൾസോ വിത്ത് ദീസ് ഡീറ്റെയിൽസ് they can predict or end the situations that would or else require serious medical intervention. അതെ, അതുപോലെ ആ ഡാറ്റകൾ അവർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ സിറ്റുവേഷൻ കൂടുതൽ മോശമാവോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനും
അതിനനുസരിച്ചുള്ള മെഡിക്കൽ ഇന്റർവെൻഷൻസ്, അതാണ് ഞാൻ പറഞ്ഞത് ടൈമിലി ഇന്റർവെൻഷൻസ്. നമുക്കൊരു അസുഖം സിവിയർ ആകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് നമുക്കത് തിരിച്ചറിയാനും ആ കൃത്യസമയത്ത് തന്നെ മെഡിക്കൽ ഇന്റർവെൻഷൻസ് കൊടുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കും കേട്ടോ. അത് ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് ഇതിന്റെ HIMSന്റെ കേട്ടോ. ഓക്കെ, പിന്നെന്താണ് അതർ ദാൻ ക്രോണിക് ഹെൽത്ത് കെയർ. നമ്മൾ പറഞ്ഞു ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിന് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. അതിനു വേണ്ടി മാത്രമല്ല കേട്ടോ RPM യൂസ് ചെയ്യുന്നത്, മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് ടു, സച്ച് ആസ് കെയർ ഫോർ സീനിയർ സിറ്റിസൺസ്, കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് എ പേഷ്യന്റ്, ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയറൽ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് എക്സെട്ര. കണ്ടോ? അപ്പൊ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം RPM ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സീനിയർ സിറ്റിസൺസ് അല്ലെ, അതായത് പ്രായമായിട്ടുള്ള ആളുകള് അവരെ പരിചരിക്കുന്നതിനും, അതുപോലെ തന്നെ കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് എ പേഷ്യന്റ്, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് അവർ തിരിച്ചു പോയി കഴിഞ്ഞാലും നമുക്ക് അവരെ കൃത്യമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും, അതുപോലെ ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയറൽ ഹെൽത്ത്. ബിഹേവിയറൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എന്താ പറയാ, ഈ വിഷാദ രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്, അതൊക്കെ ബിഹേവിയറൽ ഹെൽത്ത് ഇഷ്യൂസുകളാണ് കേട്ടോ. അപ്പൊ അതിനൊക്കെ വേണ്ട സപ്പോർട്ട് ഒക്കെ കൊടുക്കാനും, ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ്, അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ലൈക്ക് ഡ്രഗ്സ്, ആൽക്കഹോള്, അങ്ങനത്തെ സിവിയർ ആയിട്ട് ഉപയോഗിച്ച് അബ്യൂസ് ചെയ്യപ്പെടുന്ന അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ആളുകളെയൊക്കെ മോണിറ്റർ ചെയ്യാനും. കാര്യം അതെപ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിലും നമുക്ക് ദൂരെ ഇരുന്നുകൊണ്ട്, അതാണ് നമ്മൾ റിമോട്ട് എന്ന് പറഞ്ഞത്, ദൂരെ ഇരുന്നു കൊണ്ടായാലും നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, RPM എന്നാണ് അതിന്റെ ഷോർട്ട് ആക്കി പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, HIMSന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആസ്പൈറിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, മോണിറ്റർ ദ പേഷ്യൻസ് റിമോട്ട്ലി, ദൂരെ ഇരുന്നു കൊണ്ടായാലും നമ്മൾ പേഷ്യൻസിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കണ്ടീഷൻസുകൾ സിവിയർ ആകുന്നതിന് മുമ്പേ തന്നെ അവരുടെ പൊട്ടൻഷ്യൽ ഇഷ്യൂസുകൾ നമുക്ക് തിരിച്ചറിയാനും ടൈമിലി ഇന്റർവെൻഷൻസ് നടത്താനൊക്കെ ആയിട്ട് ഈ ഒരു ഫീച്ചർ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ RPMലൂടെ നമ്മൾ ഗ്യാദർ ചെയ്ത ഡാറ്റ ഉപയോഗിച്ച് ഡോക്ടേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ മോണിറ്റർ ചെയ്യാനും, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി പ്രെഡിക്ട് ചെയ്യാനുമായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കൂടുതലും RPM ആണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ പേഷ്യൻസ് who are experience the chronic health issues. വളരെ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ദീർഘനാളത്തെ ഒരുപാട് എന്താ പറയാ, ഇപ്പോഴും രോഗങ്ങളുള്ള ആളുകൾ, അതായത് ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള രോഗികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് RPM എന്ന് പറയുന്നത്. അതിന് പുറമെ ഈ പറയുന്ന സീനിയർ സിറ്റിസൺസിനെ പരിചരണം കൊടുക്കാനും, അതുപോലെ തന്നെ പേഷ്യൻസ് ആഫ്റ്റർ ഡിസ്ചാർജിങ് എ പേഷ്യന്റ്, അതായത് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട കെയറും സപ്പോർട്ട് കൊടുക്കാനും, അതുപോലെ ബിഹേവിയറൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് മൂലം ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഈ ഒരു ഫീച്ചർ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? RPM ഫീച്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം കേട്ടോ. The dash feature of HIMS is really useful for the patients who are experiencing chronic health issues. എന്ന് കണ്ടാൽ അത് ഏത് ഫീച്ചർ ആണ്? അത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ആണ്. ക്ലിയർ? അടുത്തതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് കേട്ടോ. ഇതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് അഥവാ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്നൊക്കെ നമ്മൾ പറയാം കേട്ടോ. ഇത് നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നതല്ല, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചില്ലേ? മെഡിക്കൽ റെക്കോർഡ് പഠിച്ചപ്പോൾ അതിൽ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വായിച്ചവർക്ക് ഓർമ്മയില്ലാത്തതാണ്. ഓക്കെ, എന്തായിരുന്നു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പേഷ്യന്റിന്റെ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങള് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒന്നാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അത്രയും മാത്രമേ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളൂ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു രോഗിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ ഡെമോഗ്രഫിക് ഇൻഫർമേഷൻസ്. ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അവരുടെ പേര്, അവരുടെ അഡ്രസ്, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, അവരുടെ മെക്കാനിറ്റി, അല്ലെ, അവരുമായിട്ട് ബന്ധപ്പെട്ട
എല്ലാ ബേസിക് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒന്നാണ് എന്ത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മറ്റൊരു ഫീച്ചറാണ്. അത് HIMSന്റെ തന്നെ മറ്റൊരു ഫീച്ചറാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ഇത് നമുക്ക് വായിക്കാം. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഹാസ് gathered popularity across many hospitals and large organizations of medical practices. ഇന്ന് HIMSന്റെ വളരെ പോപ്പുലാരിറ്റി ഉള്ള ഒരു ഫീച്ചറാണ് ഇത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദിസ് ടെക്നോളജി വൺ റിക്വയർസ് ടു ഫീഡ് ദ പേഷ്യൻസ് ഇൻഫർമേഷൻ വൺസ്. ഉണ്ടോ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്താണ്? വിത്ത് ദിസ് ടെക്നോളജി ഓർ വിത്ത് ദിസ് ഫീച്ചർ one requires to feed the patient's information അതായത് വൺസ് ഒരു ഒറ്റ തവണ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് അതിൽ ഫീഡ് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മൾ ഓരോ തവണ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമ്മൾ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് വീണ്ടും എൻ്റർ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസിന്റെ വിവരങ്ങൾ ഒറ്റ തവണ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ടാണ് അത് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ് ടു ദ ന്യൂമറസ് ഡാറ്റാബേസസ് ആൻഡ് therefore this data can be useful in the future for other lab tests and clinical departments. കേട്ടോ, അതായത് നമ്മൾ ഈ ഒരു HIMSന്റെ ഈ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിന് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റ തവണ നമ്മൾ പേഷ്യൻസിന്റെ വിവരങ്ങൾ അതിന് ഫീഡ് ചെയ്ത് വെച്ചാൽ മതി, സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡാറ്റാബേസ് സിസ്റ്റംസുകളുമായിട്ട് ഓട്ടോമാറ്റിക് അത് കണക്റ്റഡ് ആയിക്കോളും. എന്ന് പറഞ്ഞാല് ഈ ഒരു രോഗി ആ ഒരു ഹോസ്പിറ്റലിലെ മറ്റേത് ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി കഴിഞ്ഞാലും ആ പേഷ്യന്റിന്റെ എല്ലാവിധ ഇൻഫർമേഷൻസുകളും അതത് ഡിപ്പാർട്ട്മെന്റുകളിലെ സിസ്റ്റത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലാണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പുതുതായിട്ട് വീണ്ടും നമ്മൾ അവിടെ നമ്മുടെ വിവരങ്ങൾ പറയേണ്ടതോ സ്റ്റോർ ചെയ്യേണ്ടതോ ആയിട്ടുള്ള ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഒരു തവണ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റകൾ ഈ പറയുന്ന HIMS ആയിട്ട് മറ്റുള്ള ഡാറ്റാബേസ് സിസ്റ്റവുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന രോഗി ഇപ്പൊ ലാബിൽ പോയാലും ഫാർമസിയിൽ പോയാലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയി കഴിഞ്ഞാലും അവിടുത്തെ സിസ്റ്റത്തിൽ ഈ പറയുന്ന രോഗിയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ അങ്ങോട്ടേക്ക് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഓരോ തവണ വീണ്ടും അവരുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ? വരുന്നില്ല. ഓക്കെ, അതാണ് ഈ ഒരു ഫീച്ചറിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ് ടു ദ ന്യൂമറസ് ഡാറ്റാബേസസ് ആൻഡ് therefore this data can be useful in the future for other lab tests and clinical department. മറ്റു പല ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഇത് നമുക്ക് അവരുടെ ഡാറ്റകൾ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം പരസ്പരം എന്താണ്, കണക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഫൈൻഡിങ് ദ ഡാറ്റ മാനുവലി എവറി ടൈം ഇസ് നോട്ട് നീഡഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണയും ഈ ഒരു പേഷ്യന്റിന്റെ ഡാറ്റ കണ്ടെത്തുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല, അല്ലെ? മാനുവലി കണ്ടെത്താന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം. അപ്പൊ അവിടെ അങ്ങനെ ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാര്യം എല്ലാ വിവരങ്ങളും നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, ദ ഈസ് ഓഫ് ആക്സസ് ടു എ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ് ഓഫ് യൂസിങ് ദ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചറിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദ ഈസ് ഓഫ് ആക്സസ് to a patient's details is the most important benefit of using patient master index. കേട്ടോ, തിരിച്ചും പറയാം മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് കേട്ടോ. ഈ ഒരു ഫീച്ചറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റിന്റെ വിവരങ്ങൾ എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൾസോ ഇറ്റ് ഈസ് ടോട്ടലി ഓട്ടോമേറ്റഡ്, minimizes the possibility of errors and improves the safety of the information. അപ്പൊ അതുകൊണ്ട് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്, ടോട്ടലി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, എറേഴ്സ് വരാനുള്ള ചാൻസിന്റെ വളരെയധികം കുറവാണ്. കാര്യം ഒറ്റ തവണ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ അതിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് നമുക്ക് ഓരോ തവണയും ഇൻഫർമേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ് കുറയ്ക്കാനായിട്ട് അത് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംപ്രൂവ്സ് ദ സേഫ്റ്റി ഓഫ് ദി ഇൻഫർമേഷൻ. കുറേ കൂടെ നമുക്ക് ഇൻഫർമേഷൻസിന്റെ ആ ഒരു സേഫ്റ്റി നമുക്ക് സുരക്ഷിതമാക്കാനും സാധിക്കും കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് അതിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് മാർക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആണല്ലോ.
മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റ തവണ മാത്രമേ രോഗിയുടെ വിവരങ്ങൾ അതിൽ ഫീഡ് ചെയ്താൽ മതി. അത് മറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡാറ്റാബേസ് സിസ്റ്റവുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിക്കൊള്ളും. അതിൽ നിന്ന് തന്നെ ഡോക്ടേഴ്സ് ഈസി ആയിട്ട് പേഷ്യൻസിന്റെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ മെഡിക്കൽ എററുകൾ വരാനുള്ള ചാൻസുകൾ കുറവാണ്. അതുപോലെ നമുക്ക് ആ ഇൻഫർമേഷന്റെ സേഫ്റ്റി കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയും കേട്ടോ. ഇനി നോക്കാം, അടുത്തത് പോയിന്റ് അല്ല കേട്ടോ, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് മാത്രം കേട്ടോ. റാപ്പിംഗ് ഇറ്റംപ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് വിൽ, എല്ലാം ഒന്ന് ചുരുക്കി പറയാണ്. നമ്മളിപ്പോ ഇത്രയും ഫീച്ചേഴ്സുകൾ പഠിച്ചു കേട്ടോ. ഏതൊക്കെ ഫീച്ചേഴ്സുകൾ നമ്മൾ പഠിച്ചത്? പേഷ്യന്റ് പോർട്ടൽ, മെഡിക്കൽ ബില്ലിംഗ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് അഥവാ ഇ പ്രിസ്ക്രൈബിംഗ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആൻഡ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. ഓക്കെ, ഇനി നോക്കാം. റാപ്പിംഗ് ഇറ്റംപ് health information systems will go on to bring the changes in healthcare service. ശരിയല്ലേ? നമ്മുടെ ഈ പറയുന്ന ഹെൽത്ത് കെയർ സേവനങ്ങളിൽ ഇത്തരം ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. മാറ്റം എന്ന് പറഞ്ഞാൽ അത് നല്ല മാറ്റങ്ങളാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. With the assistance of the powerful systems in hospitals and medical procedures, not only will the efficiency of the professionals be increased, but also their work will become easier and more organized. അതല്ലേ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇത്തരം HIMS സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്ത് കെയർ അല്ലെ, ആ ഒരു ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതോട് കൂടിയിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസുകൾക്ക് അവരുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റി. അത് മാത്രമല്ല, നമുക്ക് എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് കുറെ കൂടെ സ്മൂത്ത് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട്, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, as a result, they focus on giving better care to the patients. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ നമുക്ക് സേവ് ചെയ്ത് കിട്ടുന്ന ടൈം ആണെങ്കിലോ കൂടുതൽ നമുക്ക് പേഷ്യന്റ് കെയറിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. ആൻഡ് ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് എൻഗേജ്മെന്റ് ആൻഡ് കണ്ടന്റ് അല്ലെ. അതിലൂടെ നമുക്ക് എന്താണ് ആ പേഷ്യന്റ് എൻഗേജ്മെന്റ് പണ്ടത്തെ പോലെയല്ല. ദ പേഷ്യൻസ് ആർ മോർ ഇൻവോൾവ്ഡ് ഇൻ ദെയർ ഓൺ കെയർ അല്ലെ. അവരുടെ ആരോഗ്യ പരിചരണത്തിൽ അവർ കുറെ കൂടി ഇൻവോൾവ്ഡ് ആയി. കാര്യം ഇത്തരം സംവിധാനങ്ങളൊക്കെ വന്നപ്പോ പേഷ്യൻസിനും ഹോസ്പിറ്റലിനും ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറെ കൂടെ എന്തായി? ഫീസിബിൾ ആയി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ കണ്ടന്റ്മെന്റ് മീൻസ് അവരുടെ സംതൃപ്തി, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതിലൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. പിന്നെ മാത്രമല്ല, ഇൻ ഷോർട്ട്, HIS offers a win-win situation for both the patients and the health care providers when it comes to refining the care delivery services അല്ലെ. അതാണ് പറയുന്നത്, ഇത്തരം HIS സംവിധാനങ്ങൾ അത് ഓഫർ ചെയ്യുന്നത് ഒരു വിൻ-വിൻ സിറ്റുവേഷൻ. വാട്ട് ഇസ് മീൻ ബൈ വിൻ-വിൻ സിറ്റുവേഷൻ? വിൻ-വിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റബിൾ ആകുന്ന തരത്തിലുള്ള ഒരു എന്താ പറയാ പ്രയോജനമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഈ രണ്ട് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? പേഷ്യൻസും അതുപോലെ ഹോസ്പിറ്റലും അല്ലെ. അവർക്കിടയിൽ അവർക്ക് രണ്ടു കൂട്ടർക്കും, ഈവൻ പേഷ്യൻസിനായിക്കോട്ടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനായിക്കോട്ടെ, രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഹെൽത്ത് സേവനങ്ങളെ കൊടുക്കാനായിട്ട് നമുക്ക് HIS സംവിധാനത്തിലൂടെ സാധിച്ചു അല്ലെ. അവിടെ പേഷ്യൻസിനും അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റലിനും അവരുടേതായ ബെനിഫിറ്റുകൾ ഉണ്ട്. ഹോസ്പിറ്റലിനാണെങ്കിൽ അവിടുത്തെ വർക്ക് ഫ്ലോ കുറെ കൂടി ഈസി ആക്കി മാറ്റാൻ സാധിച്ചു. പേഷ്യൻസിനാണെങ്കിൽ കുറെ കൂടെ ഹോസ്പിറ്റലുമായിട്ടാണെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കുറെ കൂടെ അടുത്തിടപഴകാനും അവർക്ക് അവരുടെ തന്നെ പരിചരണത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. അതിലൂടെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യപ്പെട്ടു? ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക് HIMS പറ്റിയിട്ട്? നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് HIMS എന്താണ്, അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതുപോലെ തന്നെ HIMS കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചു അല്ലെ. 11ഓളം കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബെനിഫിറ്റുകളാണ്, എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ കണ്ടത് അതിന്റെ ഫീച്ചേഴ്സുകളാണ് അല്ലെ. ധാരാളം ചില പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സുകൾ ഉണ്ട്. ആ ഫീച്ചേഴ്സുകൾ ഉള്ളത് കൊണ്ട് പ്രവർത്തനങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാനും സാധിക്കും. അപ്പൊ ഓവറോൾ എന്താണ്? HIMS കൂടി നമുക്ക് ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ കുറെ കൂടി സ്മൂത്ത് ആകുകയും നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ നമുക്ക് പേഷ്യന്റ് കെയർ ഫോക്കസ് ചെയ്യാനും കഴിയും. ഓക്കെ ആണല്ലോ. ഒരു കാര്യം നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിക്കൂ നിങ്ങൾ. ഇത് പറഞ്ഞ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്,
പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ആ 2 പോയിന്റുകളൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ക്ലിയർ ആയി നോക്കി. ഓക്കെ ആണ്, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം കേട്ടോ. ഇനിയുള്ള 1-2 പോർഷൻസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അത് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടിയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പോലെയല്ല, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം ഇവിടെ ഇങ്ങനെ ഒരുപാട് വാരി വെച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോവുക കേട്ടോ. കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോവാന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് കേട്ടോ, ഇനി തുടങ്ങാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് കേട്ടോ. അതാണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് HIMS പറ്റിയിട്ടാണ് അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, അതിന്റെ തന്നെ ഒരു ഭാഗമാണ്, അതിന്റെ തന്നെ ഒരു പാർട്ടാണ് എന്ത് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങൾ തന്നെയാണ്. പിന്നെ എന്താ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് HIMS എന്ന് പറഞ്ഞാൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഇത് HIMS എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായ ടാസ്കുകളാണെങ്കിലും ക്ലിനിക്കൽ ഡാറ്റകളാണെങ്കിലും ഫിനാൻഷ്യൽ ഡാറ്റകളാണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മാനേജ്മെന്റിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് HIMS എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് എന്തിനായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക? ക്ലിനിക്കൽ ഡാറ്റയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഡാറ്റ ആൻഡ് പേഷ്യന്റ് കെയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ തന്നെ ഭാഗമാണ്, HMSന്റെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്? അതായത് ഒരു പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഡാറ്റ, പേഷ്യന്റ് കെയർ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് എന്തൊക്കെ വരുന്നുണ്ട്? അവരുടെ ഹെൽത്ത് റെക്കോർഡുകൾ അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ അവരുടെ ലാബ് അല്ലെ, ലബോറട്ടറി ടെസ്റ്റുകളും കാര്യങ്ങളും അത് അവരുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽ ഡാറ്റയാണ്. അതുപോലെ അവരുടെ റേഡിയോളജിക്കൽ ഡാറ്റ, രോഗിയുടെ എക്സ്റേ എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു, അപ്പൊ അതും അവരുടെ ക്ലിനിക്കൽ ഡാറ്റയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ആ ഒരു രോഗിക്ക് ഡോക്ടർ കൊടുക്കുന്ന എന്താണ് ആ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ഓർഡറുകൾ, ഫിസിഷ്യന്റെ ഓർഡറുകൾ, ഇതൊക്കെ എന്താണ് ക്ലിനിക്കൽ ഡാറ്റകളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അവയെ നമ്മൾ ഓവറോൾ പറയുന്നതാണ് എന്ത് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്. അതും എന്താണ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ തന്നെയാണ് ദാറ്റ് ഫോക്കസസ് ഓൺ ദ ക്ലിനിക്കൽ ഡാറ്റ ആൻഡ് പേഷ്യന്റ് കെയർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അതിന്റെ പല ടൈപ്പുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പല ടൈപ്പ് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്ന് വന്നിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കേട്ടോ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ LIMS. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ RIS. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളൂ, അത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി അഥവാ CPOE എന്ന് പറയും കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി.
അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ്, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് LIMS, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ RIMS, ദെൻ വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രിസിഷൻ ഓർഡർ എൻട്രി അഥവാ CPE. ഇത്രയും ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, കിട്ടിയോ? പഠിക്കാൻ പോണ കാര്യം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഞാൻ പറയാൻ കാരണം കുറച്ച് അവിടെ ചിലപ്പോൾ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നത്. അല്ലെങ്കിൽ അങ്ങനെ കയറി ചെന്ന് അന്ന് വായിക്കുന്നത് എന്താ അതൊരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോക്കാം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR കേട്ടോ. അപ്പൊ EHRന്റെ പഠിച്ചിരിക്കാം. ആദ്യത്തെ പോയിന്റ് അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. മറ്റൊരു പേരും കൂടെ പറയൂ കേട്ടോ, EMR എന്നും പറയും. EMR എന്ന് പറഞ്ഞിട്ടാ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ഹെൽത്ത് റെക്കോർഡിന് തന്നെയല്ലേ നമ്മൾ മെഡിക്കൽ റെക്കോർഡ്, ഹെൽത്ത് ചാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഓഫ് EHR is a systematized body of patients and population electronically recorded health information in a digital format. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ ഫസ്റ്റ് പോയിന്റ് ആണ്. അതായത് എന്താണ് EHR എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് EHR എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിജിറ്റൽ ഫോർമാറ്റില് കേട്ടോ, ഒരു ഡിജിറ്റൽ ഫോർമാറ്റില് ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ പേഷ്യൻസ് ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷന്റെയോ ഹെൽത്ത് ഇൻഫർമേഷൻസിനെ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? EHR എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഡിജിറ്റൽ ഫോർമാറ്റില് ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സംവിധാനം. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചില്ലേ? അത് പേപ്പർ മെഡിക്കൽ റെക്കോർഡാണ്. അതിന് പേപ്പർ മാത്രമല്ലാട്ടോ ഇലക്ട്രോണിക് അതിനകത്ത് വരുന്നുണ്ട്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു റെക്കോർഡായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കാണ്? ഡാറ്റകൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് EHR. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. These records can be shared across different healthcare settings. അപ്പോ EHRന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? EHR has the sharing capability. അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എന്താണ്? ഇതൊരു ഇലക്ട്രോണിക്കലി ഷെയർഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഓട്ടോമേറ്റഡ് ആണ് അല്ലെ? ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കണക്റ്റഡ് ആണ്. നമുക്ക് ഈസി ആയിട്ട് എന്താണ് പലതരത്തിലുള്ള ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പേപ്പർ റെക്കോർഡ് പോലെയല്ല അല്ലെ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഏത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്, അതിപ്പോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ക്ലിനിക് ആയിക്കോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, എവിടെ വേണമെങ്കിലും നമുക്കൊരു പേഷ്യന്റിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഹാവ് ദ ഷെയറിംഗ് കേപ്പബിലിറ്റി. കാരണം എന്താണ്? ദ റെക്കോർഡ്സ് ക്യാൻ ബി ഷെയർഡ് അക്രോസ് ദ ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. ഓക്കെ, അതൊക്കെ ഓരോ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ദ റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? നമ്മൾ ഷെയറിംഗ് കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് ഷെയർ ചെയ്യുന്നത്? Records are shared through network connected enterprise-wide information systems or other information networks and exchanges. അറിയാലോ, അതായത് ഈ പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഇന്റർനെറ്റ് സൗകര്യങ്ങള്, കണക്ടേഴ്സ്, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? EHR may consist of a range of data that includes demographics, medical history, medication and allergies, immunization status, laboratory test result, radiology images, vital signs, personal statistics such as age and weight and billing information. ചുരുക്കി പറഞ്ഞാല് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഡാറ്റ അല്ലെ? അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ റെക്കോർഡാണ്. കാര്യം എന്താണ്? അതിനകത്ത് എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്? ഓക്കെ, ഇൻക്ലൂഡ്സ് ഡെമോഗ്രഫിക്സ് അല്ലെ? ഡെമോഗ്രഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള അവരുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി,
മെഡിക്കേഷൻ ആൻഡ് അലർജീസ്, അതിൽ കഴിക്കുന്ന മരുന്നുകൾ, ഇനി അതിൽ എന്തെങ്കിലും അലർജിക് ഇഷ്യൂസുകൾ ഉണ്ടോ, അതിനെ പറ്റിയിട്ടുള്ള ഹെൽത്ത് ഡീറ്റെയിൽസുകൾ, പിന്നെ അവരുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് അല്ലെ, അതായത് ആ ഒരു രോഗിയുടെ പ്രതിരോധപരമായിട്ടുള്ള അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, പിന്നെ അവരുടെ ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട് അല്ലെ, ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ, അവരുടെ റേഡിയോളജി ഇമേജസ്, അവരുടെ സ്കാനോ എക്സ്റേയോ അങ്ങനെയുള്ള എല്ലാം ക്ലിനിക്കൽ ഡാറ്റകളാണ് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ, പിന്നെ അവരുടെ വൈറ്റൽ സയൻസ് അല്ലെ, അവരുടെ ടെമ്പറേച്ചർ, പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, ഇങ്ങനെയുള്ള വൈറ്റൽ സയൻസ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് ഏജ്, വെയിറ്റ് അല്ലെ, അവരുടെ വയസ്സ്, അതൊക്കെ ഡെമോക്രാറ്റിക്സിനകത്ത് ഉൾപ്പെടുന്നതാണ്. അവരുടെ ശരീരഭാരം, പിന്നെ അവരുടെ ബില്ലിംഗ് ഇൻഫർമേഷൻസ്, അങ്ങനെ ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് റെക്കോർഡ് തന്നെയാണ് ഇത് EHR എന്ന് പറയുന്നത്. മനസ്സിലായോ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം? EHR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെയോ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഡിജിറ്റൽ ഫോർമാറ്റില് ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ EHR എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? EHR ഹാവ് ദ ഷെയറിംഗ് കേപ്പബിലിറ്റി അല്ലെ, അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ഷെയർഡ് അക്രോസ് ദ ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. വിവിധ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ കണക്ടേഴ്സ്, ഇന്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസിലൂടെയാണ് നമ്മളത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കൺസിസ്റ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഡാറ്റ ഓഫ് എ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന്റെ വളരെ വിപുലമായിട്ടുള്ള ഹെൽത്ത് ഡാറ്റകൾ എന്തിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് അവിടെ പറഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ആ നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത് എന്താണെന്നറിയോ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ആ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു പ്രാധാന്യം, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ടാണ് അടുത്ത പാരഗ്രാഫിനകത്ത് പറയുന്നത്. നമുക്കത് വായിക്കാം. ഫോർ സെവറൽ ഡെക്കേഡ്സ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഹാവ് ബീൻ evaluated as a key to enhancing quality care. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ ആളുകൾ ആരും എന്ത് യൂസ് ചെയ്യുന്നില്ല, പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളല്ല ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പകരം എന്താണ്, ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്വാളിറ്റി കെയർ അല്ലെ, നമ്മുടെ ആരോഗ്യ പരിചരണം അത് എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആർ യൂസ്ഡ് ഫോർ അതർ റീസൺസ് ദാൻ ചാർട്ടിംഗ് ഫോർ പേഷ്യൻസ്. Today, providers are using the data from patient records to enhance the quality outcomes by means of their care management programs. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എൻഹാൻസസ് പേഷ്യന്റ് കെയർ ആൻഡ് എന്താണ്? പേഷ്യന്റ് കെയർ ആൻഡ് ഔട്ട്കംസ് അല്ലെ. അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പേഷ്യൻസിന്റെ ആ ഒരു കെയർ, അതുപോലെ അവരുടെ ഔട്ട്കംസ് എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ആ ഒരു റിസൾട്ട്, നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് അല്ലെ, അതാണ് അവിടെ ഔട്ട്കം എന്ന് പറയുന്നത്. അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാര്യം നമ്മൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ചതിലൂടെ നമുക്ക് പേഷ്യന്റിന്റെ പരിചരണങ്ങളാണ്, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളായിക്കോട്ടെ, ഔട്ട്കംസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? കൂടുതൽ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? EHR combines all patients' demographics into a large pool and uses this information to help with the creation of new treatments or innovations in the healthcare delivery, which overall improves the goals in healthcare. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ദാറ്റ് പ്രൊവൈഡ്സ് ദ വാല്യുബിൾ ഡാറ്റ അബൌട്ട് ദ പേഷ്യന്റ് ഹെൽത്ത് ആൻഡ് ഇന്നോവേഷൻസ് അല്ലെ. അതായത് നമ്മൾ പേഷ്യന്റിന്റെ ആരോഗ്യത്തെ പറ്റിയിട്ടും അതുപോലെ അവർക്ക് കൊടുക്കുന്ന പ്രൊസീജിയറുകളെ പറ്റിയിട്ടൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അതിൽ എല്ലാ വിവരങ്ങളും സ്റ്റോർഡ് ആയിരിക്കും. അത് മാത്രമല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ദാറ്റ് കമ്പൈൻസ് ഓൾ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇൻ ടു വൺ അല്ലെ. ഈ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസിനെയും ഒരുമിച്ച് EHR എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ട്രീറ്റ്മെന്റ്സുകൾ കണ്ടെത്താനായിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. അടുത്തത് എന്താ പറയുന്നത്? Combining multiple types of clinical data from the system's health records has aided clinicians recognize and stratify chronically ill patients. And EHR can improve
quality care by using the data and analytics to avert the hospitalization among the high risk patients. അതുകൂടാതെ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ദാറ്റ് ഹെൽപ്സ് ദ പേഷ്യന്റ് ടു ഐഡന്റിഫൈ ആൻഡ് സ്ട്രാറ്റിഫൈ ദ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് കേട്ടോ. വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും അവര് തരംതിരിക്കാനും സ്ട്രാറ്റിഫൈ ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ സഹായിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് മാത്രമല്ലല്ലോ, പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ അതിന് സഹായിക്കില്ലേ? അതും നമ്മളെ റെക്കോർഡ് തന്നെയല്ലേ? അങ്ങനെ നിങ്ങൾ ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക്കലി അവിടെ വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അത് മാത്രമല്ല, നമുക്കത് എവിടെ വേണമെങ്കിലും ഏത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു രോഗിയുടെ വിവരങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ റേഡിയോളജിക്കൽ ഡാറ്റകൾ ഉണ്ടാവും, ലബോറട്ടറി ഡാറ്റകൾ ഉണ്ടായിരിക്കും, അതുകൂടാണ്ട് അവരുടെ ഡെമോഗ്രഫിക് ഡാറ്റകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലിവിംഗ് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാത്തിനും നമ്മൾ ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനെയും ഒരുപോലെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു രോഗിയുടെ എല്ലാ വിവരങ്ങളും നമുക്ക് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ ലഭിക്കുന്നുണ്ട്. അത് ഇവിടെ വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രോഗിക്ക് നല്ല പരിചരണങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കണ്ടെത്താനും സ്ട്രാറ്റിഫൈ ചെയ്യാനും ഒക്കെ ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമുക്ക് വളരെയധികം സഹായിക്കും. ചുരുക്കി പറഞ്ഞാല് നമ്മൾ ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് മനസ്സിലാക്കി. സെക്കൻഡ് പാരഗ്രാഫിനകത്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് കേട്ടോ. മൂന്നാമത്തെ പാരഗ്രാഫില് ഒരു വലിയൊരു പാരഗ്രാഫ് കാണാം. അതിനകത്ത് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ഫീച്ചേഴ്സുകളാണ് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. Electronic health record systems are outlined to record and store the data correctly and to capture the state of a patient over time. Okay, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? രോഗിയുടെ വിവരങ്ങളെ വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനും അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനുമായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല, ഇറ്റ് റിമൂവ്സ് ദ നീഡ് ടു ട്രേസ് ഡൗൺ എ പേഷ്യൻസ് പ്രീവിയസ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് and helps in ensuring data is up to date, accurate and readable. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കേ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇറ്റ് ഇസ് അപ് ടു ഡേറ്റ്, ആക്യുറേറ്റ് ആൻഡ് റീഡബിൾ ആയിരിക്കും. അപ്പൊ പണ്ടത്തെ പോലെ നമുക്ക് എന്ത് വേണ്ട? പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ ട്രേസ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുണ്ടോ? ഇല്ല. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് രോഗിയുടെ വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനും സൂക്ഷിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അതിലെ ഡാറ്റ എന്ന് പറയുന്നത് വളരെ അപ് ടു ഡേറ്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, നമുക്ക് റീഡബിൾ ആയിരിക്കും, അല്ലെ? നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത നോക്കുക. വൈൽ പ്രൊവൈഡിങ് ഇറ്റ് ആൾസോ അലൗസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ പ്രൊവൈഡർ വൈൽ പ്രൊവൈഡിങ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, അല്ലെ? അത് മാത്രമല്ല, ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ദാറ്റ് അലൗസ് ദ പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദയർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അല്ലെ? പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് വളരെ സെക്യൂർ ആയിട്ട്, വളരെ അവരുടെ പ്രൈവസി, അല്ലെ, അവരുടെ ആ ഒരു പ്രൈവറ്റ് ആയിട്ട്, വളരെ എന്താ പറയാ, കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അനുവദിക്കുന്നുണ്ട്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ ഫീച്ചേഴ്സുകളാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി ലെസൻ ദ റിസ്ക് ഓഫ് ഡാറ്റ റെപ്ലിക്കേഷൻ സിൻസ് ദർ ഈസ് ഓൺലി വൺ മോഡിഫയബിൾ ഫയൽ, വിച്ച് മീൻസ് the file is more likely up to date and reduces the risk of lost paperwork and is cost efficient. അവിടെ നമ്മൾ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പേപ്പർ മെഡിക്കൽ റെക്കോർഡും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ലെസൺ ദ റിസ്ക് ഓഫ് ഡാറ്റ റെപ്ലിക്കേഷൻ. കാര്യം എന്താണ്? സിൻസ് ദർ ഈസ് ഓൺലി വൺ മോഡിഫൈബിൾ ഫയൽ. അതായത് നമുക്കറിയാം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അത് ഒരുപാടെണ്ണമൊന്നും ഉണ്ടാവില്ല, ഒറ്റ റെക്കോർഡായിരിക്കും. മനസ്സിലായി? ഒരു മോഡിഫയബിൾ ഫയലാണ്. മോഡിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചേഞ്ചസുകൾ വേണമെങ്കിലും നമുക്ക് അതിൽ നടത്താം. മനസ്സിലായോ? അതിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഒരൊറ്റ മോഡിഫയബിൾ ഫയൽ മാത്രമാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരു രോഗി, ഇപ്പൊ ഞാനൊരു പേഷ്യന്റ് ആണെങ്കിൽ എന്റെ പേരിൽ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉണ്ടെങ്കിൽ എന്റേതായ വിവരങ്ങൾ മാത്രം ആ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലാണ് ഉണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും എന്റെ ഹെൽത്ത് ഇൻഫർമേഷനെ പറ്റിയിട്ടുള്ള എന്ത് കാര്യങ്ങളും എനിക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ പല കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതിലെ ഇതായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിലൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒറ്റ മോഡിഫയബിൾ ഫയൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഫയലുകൾ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കുറവാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ലെസൺ ദ റിസ്ക് ഓഫ് ഡാറ്റ റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കുറവാണ്. കാര്യം എന്താണ്? ദർ ഇസ് ഓൺലി വൺ മോഡിഫൈബിൾ, ഒറ്റ ഫയലേ ഉള്ളൂ. ആ ഫയലിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, എന്തും നമുക്ക് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പിന്നീട് വീണ്ടും ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ ഒരു ഡാറ്റ റെപ്ലിക്കേഷൻ ഉള്ള ചാൻസ് കുറവാണ്. അതൊരു ഡ്യൂപ്ലിക്കേഷൻ ഡാറ്റകൾ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കുറവാണ്. ഓക്കെ, അതേസമയം നോക്കിയേ, വിച്ച് മീൻസ് ദ ഫയൽ ഇസ് മോർ ലൈക്ലി അപ് ടു ഡേറ്റ്. ഫയൽ എന്ന് പറഞ്ഞാൽ അത് അപ് ടു ഡേറ്റ് ആയിരിക്കും. അതുപോലെ ദാറ്റ് റിഡ്യൂസസ് ദ റിസ്ക് ഓഫ് ലോസ്റ്റ് പേപ്പർ വർക്ക് ആൻഡ് ഇസ് കോസ്റ്റ് എഫിഷ്യന്റ്. അത് പേപ്പർ റെക്കോർഡുകളെക്കാളും എന്താണ്? ആ പേപ്പർ റെക്കോർഡുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നതിനേക്കാളും ഒരുപാട് റിസ്ക് കുറവാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പേപ്പർ റെക്കോർഡ്, അതായത് മെഡിക്കൽ പേപ്പർ റെക്കോർഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതിനെ വെട്ടുന്നതിന് തിരുത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാര്യം നമ്മൾ അതിൽ വിവരങ്ങൾ എഴുതി വെക്കും. നമ്മൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും പുതുതായിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് എഴുതി തയ്യാറാക്കി വീണ്ടും അതിൽ ചേഞ്ചസുകൾ ഇടണം. അപ്പൊ ഒരു റെക്കോർഡിൽ തന്നെ ഒരുപാട് റെക്കോർഡുകളൊക്കെ വരാനുള്ള ഒരു ചാൻസ്, അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് ലിമിറ്റ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എവിടെ? പേപ്പർ റെക്കോർഡിൽ. പക്ഷെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നില്ല. അതൊരു മോഡിഫൈബിൾ ഫയൽ. എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നമുക്ക് അവിടെ വരുത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. അതുപോലെ നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതേസമയം പേപ്പർ മെഡിക്കൽ റെക്കോർഡ് അങ്ങനെയാണോ? നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്, ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അവിടെ കാര്യം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം. ബിക്കോസ് ഓഫ് ദ ഡിജിറ്റൽ ഇൻഫർമേഷൻ ബീയിങ് കൾച്ചറഡ് ആൻഡ് ഇൻ എ സിംഗിൾ ഫയൽ, EMRs are more effective when taking of medical data for the examination of possible trends and long-term changes in a patient. Population-based studies of medical records may also be made easier by the widespread adoption of EHRs or EMRs. EHRs electronic health record system. Okay. EMR അത് തന്നെയാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം. അപ്പൊ നോക്കുക, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡിജിറ്റൽ ഫോർമാറ്റിലാണ് നമ്മൾ ഇതിന്റെ വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനൊക്കെ നമുക്ക് കുറേയും കൂടെ എളുപ്പമാണ്. അതുകൊണ്ട് ദേ ആർ മോർ ഇഫക്റ്റീവ് അല്ലെ, അത് കുറേം കൂടെ ഇഫക്റ്റീവ് ആണ് വെൻ ടേക്കിംഗ് ഓഫ് മെഡിക്കൽ ഡാറ്റ ഫോർ ദ എക്സാമിനേഷൻ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ നിന്നും മെഡിക്കൽ ഡാറ്റകൾ നമുക്ക് സെർച്ച് ചെയ്യാനും അതുപോലെ അത് പ്രയോജനപ്പെടുത്താനൊക്കെ കുറേം കൂടെ ഈസിയാണ്, കുറെ കൂടെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ആൻഡ് ലോങ് ടേം ചേഞ്ചസ് ഇൻ എ പേഷ്യന്റ്, അതുപോലെ ഒരു പേഷ്യന്റിന് ലോങ് ടേം ആയിട്ട് തന്നെ എന്തെങ്കിലും ചേഞ്ചസുകളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്ത് ആ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അപ് ടു ഡേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് may also be made easier by the widespread adoption of EHRs or EMRs. ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സംവിധാനങ്ങളൊക്കെ നടത്തുന്നതോടുകൂടി നമുക്ക് പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ഒക്കെ നടത്താൻ കുറേ കൂടെ ഈസിയാണ്. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഉള്ളതാണ് അല്ലെ, ഒരു പേഷ്യന്റിന്റെ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷന്റെ തന്നെ ഹെൽത്ത് ഇൻഫർമേഷൻസുകൾ നമുക്ക് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സംവിധാനങ്ങൾ വന്നതോടുകൂടി വളരെയധികം യൂസ്ഫുൾ ആയി എന്നാണ് പറയുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്.
അപ്പോ അതിന് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കാം. ഡിജിറ്റൽ ഫോർമാറ്റിലെ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഇലക്ട്രോണിക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സംവിധാനമാണ്. അതുപോലെ EHRന് ഷെയറിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. അത് ഏത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങള്, കണക്ടേഴ്സ്, ഇന്റർനെറ്റ് പോർട്ടലുകള് ഇതുവഴിയായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ വിവരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ദാറ്റ് എൻഹാൻസസ് ദ പേഷ്യന്റ് ഔട്ട്കംസ് ആൻഡ് കെയർ മാനേജ്മെന്റിനെ കുറെ കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പോയിന്റുകൾ മാത്രമാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളെ അപേക്ഷിച്ച് കുറെ കൂടെ എന്താണ്, കുറെ കൂടെ നല്ലതാണ് അല്ലെ, കുറെ കൂടെ അതിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ആണ്, കറക്റ്റ് ആണ്, അതുപോലെ തന്നെ റീഡബിളും ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചേ നിങ്ങളത്, ജസ്റ്റ് ഒന്ന് വായിച്ചേ. ആ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അതൊന്ന് ഓടിച്ചൊന്ന് വായിച്ചേ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയോ നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് കമ്പാരിസൺ ആണ് കേട്ടോ. കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്. നമ്മൾ ഈ പഠിച്ച ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ നമ്മൾ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ നൽകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കമ്പാരിസണിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കമ്പയർ ചെയ്ത് തന്നെയാണ് ബെറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ തന്നെയാണ് ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിലെ വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആണ്, റീഡബിൾ ആണ്. അതുപോലെ നമുക്ക് അത് ഇത്ര കാലങ്ങൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അല്ലെ. ഡാമേജ് വരാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് കുറവാണ്. ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേസമയം പേപ്പർ റെക്കോർഡ് ആണെങ്കിലോ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും അല്ലെ, ആയിട്ടൊക്കെ എഴുതി വെക്കുന്ന ഹെൽത്ത് റെക്കോർഡുകളാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ചിലപ്പോൾ വായിച്ചാൽ കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ എററുകൾ വരാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ് എവിടെ? പേപ്പർ മെഡിക്കൽ റെക്കോർഡിൽ. പക്ഷെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറെ ബെറ്റർ ആണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആർ മോർ ബെറ്റർ ദാൻ ദ പേപ്പർ മെഡിക്കൽ കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് വായിക്കാം. While there is still a noticeable amount of debate around the superiority of electronic health records over paper records, the research literature gives a more realistic picture of the benefits and the downsides. അപ്പൊ അതിനെ പറ്റി ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. എന്തായാലും സുപ്പീരിയോറിറ്റിയിൽ നിൽക്കുന്നത് ആര് തന്നെയാണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. പക്ഷെ അതിന് അതിൻ്റെതായ ചില, നമ്മൾ രണ്ടും കമ്പയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും അത് രണ്ടിന്റേതായ രീതിയിലുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. ദ ഇൻക്രീസ്ഡ് ട്രാൻസ്പാരൻസി, portability and accessibility gained by the adoption of electronic medical records that may make larger the ease with which they can be accessed by the healthcare professionals. നിങ്ങൾ അവിടെ 3 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ്? ട്രാൻസ്പാരൻസി, ഓക്കെ, പോർട്ടബിലിറ്റി, അടുത്തത് ആക്സസിബിലിറ്റി. ഇതെന്താണ് ഈ പറഞ്ഞത്? ഇത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ആ പോയിന്റുകൾ. ഇൻക്രീസ്ഡ് ട്രാൻസ്പാരൻസി, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സുതാര്യത ഉറപ്പാക്കാൻ സാധിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള
ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് HMSന്റെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ വന്നപ്പോൾ കൂടുതൽ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റി? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് അവർക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല അല്ലെ, ഈസി ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കിടയിലുള്ള ആ ഒരു ട്രാൻസ്പാരൻസി എന്ത് ചെയ്യാൻ പറ്റി നമുക്ക്? അത് കുറെ കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ട്രാൻസ്പാരൻസി, പിന്നെ പോർട്ടബിലിറ്റി, പോർട്ടബിൾ ആണ്, ദാറ്റ് മീൻസ് ഈസി ടു ഹാൻഡിൽ ആണ് അല്ലെ. ഒരു പേപ്പർ മെഡിക്കൽ റെക്കോർഡ് പോലെ ബുദ്ധിമുട്ടുണ്ടോ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്? ഇല്ല. സോ എന്താണ് പോർട്ടബിലിറ്റി മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ എന്താണ് ആക്സസിബിലിറ്റി, നമുക്ക് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അതുകൊണ്ട് ഇതെല്ലാം ഓൺലൈൻ വഴിയായിട്ട് ഷെയറബിൾ ആണ് അല്ലെ, ഷെയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? രോഗിയുടെ വിവരങ്ങള് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 പോയിന്റുകൾ ഓർക്കാം കേട്ടോ: ട്രാൻസ്പാരൻസി, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. അപ്പൊ ഇത്തരം ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ പേപ്പർ ഹെൽത്ത് റെക്കോർഡിൽ നിന്നും തികച്ചും എന്തായിട്ടിരിക്കുന്നത്? കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട്, കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നത് ഈ പറയുന്ന ഫീച്ചേഴ്സുകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഫീച്ചേഴ്സ് അല്ല, ഈ പറയുന്ന ബെനിഫിറ്റുകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി നോക്കാം. But also can enlarge the amount of stolen information by unauthorized persons or untrustworthy users versus paper medical record. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ അവിടെ വേറൊരു ചാലഞ്ചിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അൺഓതറൈസ്ഡ് ആയിട്ട് ചിലപ്പോൾ ആക്സസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് നമുക്കറിയാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് ആളുകൾ ചിലപ്പോൾ അതിൽ നിന്ന് വിവരങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാനോ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞ് എപ്പോഴും നടക്കുന്നു എന്നല്ല പറയുന്നത്, അങ്ങനെയുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളെ സംബന്ധിച്ച് അതൊരു വലിയൊരു ചാലഞ്ചിങ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യം. പക്ഷെ അതിന് നമുക്ക് എന്തുണ്ട്? സൊല്യൂഷൻ ഉണ്ട്. Okay, ഇവിടെ നോക്കാം. As acknowledged by the increased security needs for the electronic medical records included in the Health Information and Accessibility Act and by large scale violations in confidential records reported by the EMR users. അപ്പൊ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളത് എന്താണ്? സെക്യൂരിറ്റി റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു ചാലഞ്ച് ആയിട്ട് അവർ പറയുന്നത്. കാര്യം എന്താണ്? അൺഓതറൈസ്ഡ് ആയിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് വിവരങ്ങൾ ആക്സസ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനായിട്ടൊക്കെ ഒരു പ്രത്യേക ആക്ടുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് HIPA ആക്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ല. ആ ഒരു ആക്ട് ഒക്കെ എന്താണ്? സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെന്റ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അല്ലെ, സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻസിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇവര് പറയുന്നത് ഇത്തരം ആക്ട് പ്രകാരമൊക്കെ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിക്കുന്നതിൽ വളരെയധികം വയലേഷൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടൊക്കെ ആളുകൾ അതിൽ വിവരങ്ങൾ ആക്സസ് ചെയ്ത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന കേസുകളൊക്കെ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ ചാലഞ്ചിങ് ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അത് മാത്രമാണ് ആ ഒരു സേഫ്റ്റിയുടെ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് അവരോട് പറഞ്ഞത്. ഓക്കെ, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിലില്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ ഇല്ല. ഓക്കെ, പക്ഷെ നമുക്ക് എങ്ങനെ അതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും? അതാണ് അവിടെ അവർ പറയുന്നത്. കൺസേൺസ് അബൌട്ട് ദ സെക്യൂരിറ്റി കോൺട്രിബ്യൂട്ട് ടു ദ റെസിസ്റ്റൻസ് ഷോൺ ടു ദെയർ അഡോപ്ഷൻ. അപ്പം അതിന്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ആ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഡോപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേഫ് ആകും, അങ്ങനെയുള്ള ചില ആശങ്കകൾ ആളുകളുടെ ഇടയിലുണ്ട്. എങ്കിലും എന്താണ്? when users log into the electronic health records, it is their accountability to ensure the information stays confidential, and this is done by keeping their passwords unknown to others and logging off before leaving the station. പക്ഷെ എന്ത് ചെയ്താൽ മതി? ആരാണോ അത് യൂസ് ചെയ്യുന്നത് ആ യൂസർ എപ്പോഴും യൂസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് കൃത്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ അതിന് വേണ്ടി വളരെ സേഫ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കാം. ഓക്കെ, അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? യൂസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, യൂസറിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആണ്. അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവര് ലോഗിൻ ചെയ്യാം. എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്വേഡ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആണ് അല്ലെ. അങ്ങനെയുള്ള പാസ്വേഡുകൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ലോഗ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു പുറത്തേക്ക് ഇറങ്ങണം.
ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ എന്ത് ഉറപ്പ് വരുത്താൻ പറ്റും, സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചിലപ്പോൾ കയറി ലോഗ് ഔട്ട് ചെയ്യാതെയൊക്കെ ഇറങ്ങുന്ന സമയത്തായിരിക്കും പിന്നീട് സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾ ചിലപ്പോൾ അത് അൺഓതറൈസ്ഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പാസ്വേഡ് ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അത് ശരിക്കും ലോഗ് ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മൾ പുറത്തേക്ക്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയാണ് അതിനകത്ത് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പിൽ പോയത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ നിങ്ങൾ വായിക്കണം കേട്ടോ. ഇന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കി അതിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. കാര്യം ഇനി നമ്മൾ LIMS പഠിക്കുന്നുണ്ട്, RIS ഒക്കെ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.